ചേച്ചിമാര് മോളെന്തേ? ആരാ വിമലാണോ? ആ കയറ. ആ മോള് ഉറങ്ങാണേ. നല്ല കൊറേ ക്ഷീണിച്ച് കിടക്കല്ലേ, കിടന്നോട്ടെന്ന് വെച്ചു ഞാന്. എന്താ പിന്നെ എനിക്ക് രാവിലെ തന്നെ? അങ്ങനെയൊന്നുമില്ല. അവള് ഇപ്പൊ എണീക്കേ, കാപ്പിട്ട് കൊടുക്കണം അവൾക്ക്. ചേച്ചി ഒന്ന് പെണ്ണിനെ വിളിക്കേ, ഞാനൊന്ന് കാണട്ടെ. കല്യാണത്തിന് വരാൻ പറ്റിയില്ല ഇന്നലെ, ഒന്ന് കാണിച്ചു തരാവോ? ഞാൻ നാട്ടിക്ക് പോവായിരുന്നു, അതാ എനിക്ക് വരാൻ പറ്റാത്ത ചേച്ചി. അവളെ വിളിക്കാം. മോളെ, അവളുടെ ജാതി ഏതാണ്? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. എന്റെ മോൻ പറഞ്ഞു, ഞാൻ പോയി പെണ്ണ് കണ്ടു. അതിന്റെ അപ്പുറത്ത് എനിക്ക് വേറെ ഇതൊന്നുമില്ല. നീയായിട്ട് ഇവിടെ ഒരു കുടുംബകലഹം ഉണ്ടാക്കണ്ട. എനിക്കിപ്പോ അവളെ കാണണം എന്നല്ല ആഗ്രഹം. ഞാൻ ഇപ്പൊ അവളെ വിളിക്കാം. മോളെ മോളെ മോളെ. ആ അമ്മേ, വരുവാ. അമ്മ വിളിക്കണ്ടല്ലോ. സോറി അമ്മ, നേരെ വൈകിപ്പോയി. രാത്രി ഉറങ്ങുമ്പോ ലേറ്റായി. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് വിമല. ഞാൻ ഇവിടെ അടുത്തുള്ള അയൽവക്ക. മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും അച്ഛനും, ഞാൻ ഒറ്റ മോള. ഏതാ മോളുടെ ജാതി? ജാതി അറിഞ്ഞിട്ട് ചേച്ചിക്ക് എന്താ അപ്പം? എന്താ ഉദ്ദേശിച്ച ചേച്ചി? ഇപ്പൊ പറഞ്ഞില്ലേ ജാതി? ആരായി ജാതി കണ്ടെത്തിയത്? എന്തിനായി ജാതി പേര് പറഞ്ഞിട്ട് വെറുതെ ബാക്കിയുള്ളവരെ അപമാനിപ്പിക്കുന്നത്? ജാതി ഏതായാലും മനുഷ്യൻ നന്നായ പോലെ. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, ജാതി ചോദിക്കരുത്, ജാതി പറയരുത് എന്നുള്ളത്. അതിന് ചേച്ചി മിനിമം സ്കൂളിലെങ്കിലും പോകണം, എന്നാലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ചേച്ചി ഇവിടെ എന്ത് നടക്കുന്നു എന്ന് നോക്കിയിട്ട് ഇനി വരേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പൊ അമ്മയെ സഹായിക്കാൻ ഞാനുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാനും അമ്മയുണ്ട്. അതുകൊണ്ട് ചേച്ചിയുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. പിന്നെ അപ്പുറത്തിപ്പുറത്ത് നടക്കണം എന്താണെന്ന് നോക്കി നടക്കാൻ ചേച്ചിയുടെ താല്പര്യം. പക്ഷേ ഈ വീട്ടിൽ അത് വേണ്ട. ഈ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞ് വരരുത്. വന്ന് എന്റെ വിവരം അറിയാം.